കണ്ടെയ്നറുകൾ തീരത്ത് വന്നടിഞ്ഞു തുടങ്ങി. കൊല്ലം തീരത്ത് കുറേ കണ്ടെയ്നറുകൾ വന്നു. ചവറയിലും ശക്തികുളങ്ങരയിലും രാമൻകുളങ്ങര അവിടെ പല സ്ഥലങ്ങളിലും കണ്ടെയ്നറുകൾ വന്നടിഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ റിപ്പോർട്ടർ ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചിരുന്നു, എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ. പല സ്ഥലങ്ങളിലും വന്നത് പല ചാനലുകളിലൂടെ നിങ്ങൾ കണ്ടു. ഇവിടെ ദൃശ്യങ്ങൾ കാണുന്നു, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാകുമല്ലോ, പോലീസുകാരിങ്ങനെ പാഞ്ഞടുത്ത് പോവുകയാണ്, കണ്ടെയ്നറിനടുത്തേക്ക് പോകുന്നു. കണ്ടെയ്നർ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ കുറേ ചെറുപ്പക്കാരെന്ന് കണ്ടെയ്നറിനകത്തുനിന്ന് കിട്ടിയ വസ്തു ഇങ്ങനെ പൊളിച്ചടുക്കുകയാണ്, പൊളിച്ച് നോക്കുകയാണ്. യുവമാർക്ക് എന്തിൻ്റെ കേടാണ്? ഇതിനകത്ത് തുടരുത്, ഇതിന് 200 മീറ്റർ മാറി നിൽക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല നിർണായകമായ വസ്തുക്കൾ എന്താണ്, പലതരത്തിലുള്ള രാസവസ്തുക്കളുണ്ട്. കാർബൈഡ് എന്താണ്, കടൽ വെള്ളത്തിൽ അലിഞ്ഞാൽ അത് പൊട്ടിത്തെറിയുടെ സ്ഫോടക വസ്തുവാകുന്ന തരത്തിലുള്ള രാസമാലിന്യങ്ങളുണ്ട് അതിനകത്ത്. 13 കണ്ടെയ്നറുകളിൽ അതാണ്. ആകെ ഒരു കണ്ടെയ്നറിൽ മാത്രമാണ് ചൈനയിൽ നിന്നുള്ള തേയിലപ്പൊടിയുള്ളത്. ബാക്കി ചില കണ്ടെയ്നറുകൾ ശൂന്യമായിരുന്നു. കണ്ടെയ്നറുകളുടെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ കണ്ടെയ്നറുകളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ വന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് കണ്ടെയ്നർ കടലിൽ നിന്ന് കരയിലേക്ക് എടുക്കുന്നത്. ഇവിടെ കരയ്ക്ക് തീരത്തടിയുമ്പോൾ തന്നെ നമ്മുടെ കൊല്ലത്തെ പിള്ളേരൊക്കെ പോയി എന്താണ് ചെയ്യുന്നത്? അങ്ങ് ചാടി ഇറങ്ങി കണ്ടെയ്നറിനകത്ത് നിന്ന് എന്തൊക്കെയോ വാരി വലിച്ചെടുക്കുന്നു, പിടിച്ച് അത് പൊട്ടിച്ചു നോക്കുന്നു. അത് കണ്ട് പോലീസുകാർ ഓടിച്ചെല്ലുന്നു, അവന്മാരെ ആട്ടി ഓടിക്കുന്നു, എന്നിട്ട് പോലീസുകാർ അത് പിടിച്ച് വയ്ക്കുന്നു. ഇതിനകത്ത് പറയപ്പെട്ടതുപോലെ എന്തെങ്കിലും രാസവസ്തുക്കളാണ് ഉള്ളതെങ്കിൽ, ഇതിൽ പറയപ്പെടുന്നത് പോലെ എന്താണ് സൾഫറോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ ആണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് പോലീസുകാർ ചെയ്യുന്നത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച. പോലീസുകാർക്ക് ഒരു ഗ്ലൗസ് ഇടാം, ഒരു മാസ്കെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കാം. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, നമുക്ക് എക്സ്റേ എടുക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പോയിട്ടുണ്ടാകുമല്ലോ. സ്കാന് എല്ലാ ആളുകളും CT സ്കാനോ അങ്ങനെയൊന്നും എടുക്കാൻ പോകണമെന്നില്ല. എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റേ എങ്കിലും എടുക്കാത്ത മനുഷ്യർ ചുരുക്കമായിരിക്കും. നിങ്ങളിൽ പലരും എക്സ്റേ എടുത്തിട്ടുണ്ടാകും. എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ ലാബ് ടെക്നീഷ്യൻ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? അവരൊരു കോട്ട് ഇട്ടിട്ടുണ്ടാകും, അവരുടെ ചെസ്റ്റിലൊരു ബാഡ്ജ് ഉണ്ടാകും. അത് ആ കിരണങ്ങൾ, അതായത് എക്സ്റേ പോലുള്ള ആ കിരണങ്ങൾ അവരുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഏറ്റുകഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആ പ്രിക്കോഷൻ, ആ ഒരു പ്രതിരോധ സംവിധാനം അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് കോവിഡ് വന്നു. കോവിഡ് ഇങ്ങനെ മഹാമാരി ലോകമെങ്ങും പടർന്നു പിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെല്ലാവരും മാസ്ക് വെച്ചു, നമ്മൾ കയ്യുറയിട്ടു, ഇല്ലേ? ഇപ്പോൾ തന്നെ IPL മത്സരം നടന്നു. ഇപ്പോൾ ഇന്ത്യയിലാകെ 1000 പേർക്ക് കോവിഡ് ഉണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, 180 പേർക്ക് കോവിഡ് ഉണ്ട്. കോവിഡിൻ്റെ കേരളത്തിൽ 2 വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 180 പേർക്ക് കോവിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഈ IPL മത്സരത്തിൽ നിത അംബാനി കളിക്കാർക്ക് അവരുടെ ക്യാപ്റ്റന് ഷേക്ക് ഹാൻഡ് ഹസ്തദാനം കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അയാളുടെ കയ്യിൽ സാനിറ്റൈസർ ഒഴിച്ചിട്ട് കൈ തുടച്ച് സാനിറ്റൈസ് ചെയ്ത ശേഷമാണ് ഹസ്തദാനം ചെയ്തത്. അപ്പോൾ നമുക്ക് തോന്നാം, നിത അംബാനിയുടെ കളിക്കാരനല്ലേ, അയാൾ കളിക്കളത്തിൽ നിന്ന് കയറി വരുന്നതല്ലേ, ഒരു ഹസ്തദാനം കൊടുത്താൽ എന്താണ്, അവരുടെ കൈ പൊള്ളിപ്പോകുമോ എന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ കൈ കുഷ്ഠം പിടിക്കുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ അതാണ് പ്രോട്ടോകോൾ. എന്താണ്, കോവിഡ് രാജ്യത്തെങ്ങും പടരുന്നു, എന്താണ്, ലോകരാഷ്ട്രങ്ങളിൽ കോവിഡ് വ്യാപകമാകുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആ പ്രോട്ടോകോൾ പാലിക്കണം, മാസ്ക് ധരിക്കണം. നമ്മളെല്ലാവരും മാസ്ക് ധരിച്ചവരാണ്, നമ്മൾ ഗ്ലൗസ് ധരിച്ചവരാണ്, സാനിറ്റൈസർ ഉപയോഗിച്ചവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയും രാജ്യത്തെ പ്രധാനപ്പെട്ട പല ഏജൻസികളും, കേരളത്തിലെ പല ഏജൻസികളും പറയുന്നു, ഈ രാസവസ്തുക്കൾ കടൽ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്, അതുകൊണ്ട് മത്സ്യബന്ധനം ഉപേക്ഷിക്കണം, മത്സ്യബന്ധനം പാടില്ല, ഈ പ്രദേശത്ത് പോകരുത്. അഥവാ നിങ്ങൾ ഈ കണ്ടെയ്നർ കണ്ടാൽ ഉടനെ പോലീസിനെ അറിയിക്കണം, 112 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണം, നിങ്ങൾ ഈ സ്ഥലത്തേക്ക് പോകരുത്, മണൽത്തരിയിൽ പോലും വിഷം കലരാൻ സാധ്യതയുണ്ട്, മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്, 200 മീറ്റർ അകലെ നിൽക്കണം എന്ന് നിർദ്ദേശം തന്നിട്ടും നിങ്ങളിത് അവിടെ പോകുന്നു, അവിടെ പോയി നിങ്ങളത് പൊട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് നമ്മുടെ പോലീസുകാരെന്ത് ചെയ്യുന്നു? എടുത്തു ചാടി അവിടെ പോവുകയാണ്. പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങളും മനുഷ്യരാണ്. ആ കോവിഡ് സമയത്ത് ചില വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ ജാഗ്രത പാലിക്കണം, നിങ്ങളും മനുഷ്യരാണ്. ഇങ്ങനെ ഒരു കോൾ വന്നാൽ, ഇങ്ങനെ ഒരു വിളി വന്നാൽ, സാർ കണ്ടെയ്നർ തീരത്ത് വന്നിരിക്കുന്നു, തീരത്തൊരു കണ്ടെയ്നർ കണ്ടു, സാർ വരണം എന്നൊരു കോൾ വന്നാൽ നിങ്ങൾ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാസ്ക് എങ്കിലും വെച്ചിട്ട് പോകണം. അതൊരു മാതൃകയാണ്. ഒരു ഗ്ലൗസ് എങ്കിലും ഇട്ടിട്ട് പോകണം. ഗ്ലൗസും മാസ്കും പോലീസുകാർ ധരിക്കണം.
എന്നിട്ട് നിങ്ങൾ മാതൃകയാകണം. എങ്കിലേ സാധാരണക്കാർക്ക് അതൊരു മാതൃകയാവുകയുള്ളൂ. ലാത്തി കൊണ്ട് 2 അടി കൊടുക്കണം. ഈ ചെന്ന് പിടിക്കുന്ന ചെറുപ്പക്കാർക്ക്, സെൽഫി എടുക്കാൻ നിൽക്കുന്നവർക്ക് 2 അടി കൊടുത്താലും കുഴപ്പമില്ല. കാരണം വലിയ അപകടത്തിൽ നിന്നാണ് അവരെ ഒഴിവാക്കുന്നത്. അവൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അവൻ. തൊട്ടാൽ പെട്ടുപോകും, തൊട്ടാൽ ചത്തുപോകുമെന്നൊക്കെ അറിയാം. എങ്കിലും പോയി തൊട്ട് സെൽഫി എടുത്താലേ ഇവനൊക്കെ ഉറക്കം വരികയുള്ളൂ. പോലീസുകാർ പറഞ്ഞാൽ കേൾക്കുകയില്ല, അധികാരികൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. സോഷ്യൽ മീഡിയ വഴി എത്ര പ്രചരണം കൊടുക്കുന്നു. സർക്കാർ എല്ലാ ഏജൻസി വഴി അറിയിക്കുകയാണ് പോകരുതേ പോകരുതേന്ന്. ഏത് കണ്ടെയ്നറിനകത്താണ് ഈ വിഷമുള്ളതെന്ന് അറിയില്ലല്ലോ. പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എങ്കിലും പോയി സെൽഫി എടുക്കണം, വീഡിയോ പകർത്തണം, റീൽസ് എടുക്കണം, ഷോർട്സ് എടുക്കണം. എന്തൊരു കഷ്ടമാണ്. എന്നാൽ പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങളും മനുഷ്യരാണ്. നിങ്ങൾക്കും കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്ന കുടുംബമുണ്ട്. മറ്റേ ആളുകൾ പോലെയല്ലല്ലോ. ഇപ്പോൾ വേട്ടവാളിയൻ എന്നാണ് ഭാഷ. അങ്ങനെയുള്ള ആളുകളല്ലല്ലോ നിങ്ങൾ. നിങ്ങൾക്ക് കുടുംബമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒരു കോൾ വന്നാൽ നിങ്ങൾ പോകുമ്പോൾ മാസ്കും ഗ്ലൗസും നിങ്ങൾ ധരിക്കണം. സുരക്ഷാ വീഴ്ച നിങ്ങൾ വരുത്തരുത്. പ്ലീസ്, ഇതൊരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ മാതൃകയാകണം.